ആകാശത്തിന്റെ അടുത്ത് ഇടിയപ്പത്തെ ഫാനിന്റെ അവിടെ ഇരുന്നോളി ആകാശവും എല്ലായിടത്തും ഉണ്ട് ആകാശവും. അതിലെ നീ പണിത പുതിയ വീടാണോടി? ഞാൻ പുതിയ വീട് വെച്ചു. ഹൗസ് വാമിങ്ങിന് വിളിക്കാൻ പറ്റില്ല, അപ്പൊ ഇന്ന് എല്ലാരും അങ്ങ് കാണിച്ചേക്കാന്ന് വിചാരിച്ചു. അടിപൊളി വീടാണല്ലോ. കൊള്ളാവോ? അടിപൊളി. എന്നാ ഞാനേ ഇതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇത് കാണിച്ചു തരാവേ. അകത്തോട്ട് കയറാ. ഞാൻ അകവശമൊക്കെ ഒന്ന് കാണിക്കാവേ. അയ്യോ, ഇതാണ് ഇതിന്റെ അകവശേ. ഇതാണ് എന്റെ ലിവിംഗ് റൂം അല്ലേ? അത് തന്നെ. സോഫയൊക്കെ കൊള്ളാലോ, അടിപൊളി. പുതിയ ഡിസൈനാ. ഇത് കൊള്ളാം കേട്ടോ. ഈ സാധനം ഇങ്ങനെ ലെയറായിട്ട് കിടക്കുന്നേ, ഇച്ചിരി വെറൈറ്റി അല്ലേ? അടിപൊളി. ഇതാണ് എന്റെ വീടിന്റെ മെയിൻ പാർട്ടീഷൻ. ഇതാണല്ലേ മെയിൻ പാർട്ടീഷൻ. പിന്നെ അടിപൊളി രസമല്ലേ? ഒരു വെറൈറ്റി ഡിസൈൻ ഒക്കെയാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ഇത് ഈ ലിവിംഗ് റൂം അടിപൊളിയായിട്ട് ഈ പാർട്ടീഷനും കൂടെ എല്ലാം കൂടെ വരുമ്പോ ഒരു വല്ലാത്തൊരു രസമാണ്. അത് തന്നെ. ഇവിടെ ഒരു മരബെഞ്ച്, ലൈറ്റിംഗ് കണ്ടോ? അടിപൊളി ലൈറ്റിംഗ് കേട്ടോ. ഒരു സിമ്പിൾ സാധനമാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അടിപൊളി രസമുണ്ട്, കാണാൻ രസമില്ലേ? ഈ റൂമിന്റെ ലൈറ്റിംഗ് ഒക്കെ കൊള്ളാലോടി. സിമ്പിൾ സാധനല്ലേ, എല്ലായിടത്തും പെട്ടെന്ന് ചെല്ലുന്ന രീതിയിലുള്ള ഡിസൈൻ അടിപൊളിയാ കേട്ടോ. അത് വെറൈറ്റി ഡിസൈൻ ആണ് ഇവിടെ നിൽക്കുന്നത്. ഇതെന്തോ ലൈറ്റ് ചെയ്ത്? ഇത് ആരും ചെയ്തിട്ടില്ല, നമ്മളാണ് ആദ്യമേ ചെയ്തേക്കുന്നത്. അടിപൊളി. ഇത് വേറെ ഞാൻ കണ്ടില്ല. ഇത് സംഭവം ഗ്ലാസ് ആണ്. നമ്മുടെ ആകാശത്തു നിന്നുള്ള ലൈറ്റ് ഇല്ലേ, നമ്മുടെ സൂര്യപ്രകാശം അതുപോലെ തന്നെയുണ്ട്. അപ്പൊ ഡയറക്റ്റ് റൂമിലോട്ട് വരും. അടിപൊളി. ലൈറ്റിംഗ് ഉണ്ടോ? അതൊരു വെറൈറ്റി ലൈറ്റ് ആണ്. കാര്യമുണ്ട് കേട്ടോ. ഇവിടുത്തെ നമ്മുടെ ജനല് വീതിയുള്ള ജനലല്ലേ? വീതിയുള്ള ജനലാണ്. ഇത് ആരും ചെയ്തിട്ടില്ല. ഇത് വേറെ എങ്ങും വീട്ടിലും ഞാൻ കണ്ടില്ല. അതായത് നമ്മൾ ഈ റൂമിന്റെ രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും വീതിയുള്ളത് കേട്ടോ. നമുക്ക് പുറത്തുനിന്ന് കണ്ടാലോ? പുറത്തുനിന്ന് കാണിച്ചു. എടാ, ഇതാ ഞാൻ പറഞ്ഞ ആ ജനലിന്റെ പുറത്തുനിന്നുള്ള വ്യൂ. ഇത്ര വീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അത് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഈ വീടിന് ചുറ്റും നല്ല പ്രകാശം എല്ലാ സൈഡിൽ ലൈറ്റ് കിട്ടും. കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് ലൈറ്റ് കിട്ടും. അത് നല്ല വെട്ടമായിരിക്കും. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എടാ, പുറത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് മെയിൻ ഹോള് കാണാൻ പോകാം. അവിടെ കുറച്ച് സർപ്രൈസ് സാധനങ്ങളൊക്കെ ഉണ്ട്, സാധനമൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഹോൾ എന്ന് പറയുന്നത്. കൊള്ളാം കേട്ടോ. ഇവിടെ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? നല്ല രസമാണ് കേട്ടോ. ഇവിടെ മൊത്തം വെറൈറ്റി ആണ്. എന്നാലുണ്ടല്ലോ ക്യാമറ മേളിലോട്ടും തിരിച്ച്. അതാണ് ഞാൻ അവിടെ ലൈറ്റിംഗ് കാണിച്ചില്ലേ, അതേ ഡിസൈൻ തന്നെ നമ്മൾ ആകാശത്തിന്റെ ഡിസൈൻ കൊണ്ടുവന്നേക്കുവാണ്. രസമില്ലേ? എന്നാ പിന്നെ വേറെ സാധനം കണ്ടോ? ഇതാണ് ഇവിടുത്തെ നടുമുറ്റം. ഇത് കൊള്ളാം കേട്ടോ. പെബിൾസ് ഒക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. കാല് വെക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റുമോ? ഇത് കൊള്ളാം കേട്ടോ. ഇത് വെറൈറ്റിയാ. പിന്നെ ഇതെന്തോടി സ്റ്റെയർകേസ് മൊത്തം ലൈറ്റ് ആണല്ലോ. ഞങ്ങൾ ഫുള്ളി ലൈറ്റിംഗിലാണ് ഏറ്റവും കൂടുതൽ കൊടുത്തേക്കുന്നത്. കാണാൻ അടിപൊളിയാട്ടോ. രസമില്ലേ? പിന്നെ അങ്ങ് മണ്ട വരെ രസമുണ്ട്. അയ്യോ, ഇത് ഇത്രയുണ്ടല്ലേ? ഇത്രയുണ്ട്. പിന്നെ മണ്ടയ്ക്ക് ആകാശം ഉണ്ടല്ലേ? ആകാശമുണ്ട്. ആകാശം മാത്രമല്ല കേട്ടോ, അതോടെ നോക്കിക്കേ. ആ ലൈറ്റിംഗ് കൊള്ളാം കേട്ടോ. അതായത് ആകാശത്ത് നിന്നുള്ള കറക്റ്റ് ഇനി വരും. വെറൈറ്റി ആണല്ലോ ഫുള്ള്. അത് ഞങ്ങൾ എല്ലാം വെറൈറ്റിയാ പിടിച്ചേക്കുന്നത്. ചേറിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ പൂജാമുറി സെറ്റ് ചെയ്തേക്കുന്നത്. പൂജാമുറി ഇവിടെ തന്നെയല്ലേ? പൂജാമുറിക്ക് അത് നമ്മള് ഈ ഒരു ഡോറിനാണ് ഒരു പ്രത്യേകത കൊടുത്തത്. ഡോർ കൊള്ളാം കേട്ടോ. ട്രാൻസ്പെറന്റ് അല്ലേ? ട്രാൻസ്പെറന്റ് അകത്തുള്ള കളി തുറന്ന് കാണിക്കുന്നില്ല കേട്ടോ. ഡോർ കൊള്ളാം കേട്ടോ. നല്ല ഡോറല്ലേ? നല്ല പണി. ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി. ഇനി നമ്മൾ കാണാൻ പോകുന്നറിയാമോ? നമ്മുടെ ഡൈനിങ് ഏരിയയും കിച്ചണുമാണ്. ഇതാണല്ലേ ഡൈനിങ് ഏരിയ? നമ്മുടെ ഡൈനിങ് ഏരിയ. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ കസാര കൊള്ളാം കിട്ടി. ചെറിയ ചെറിയ വുഡ് വെച്ചിന്റെ. ഇതും നമ്മുടെ പത്തനംതിട്ടക്കാരെയാണോ? ഇതും പത്തനംതിട്ടക്കാരെയാണ്. എല്ലാം ഒരു വെറൈറ്റി ഇല്ലേ? പിന്നെ ഈ വുഡിന്റെ ഈ കസാര അടിപൊളിയാണ്. ഇത് വേറെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാം ഞങ്ങള് വെറൈറ്റി ഡിസൈൻ ആണ്. എനിക്ക് വയ്യ. അവര് ഫുള്ള് വെറൈറ്റി ആണല്ലേ? അടിപൊളി. ഇനി നമുക്ക് കിച്ചൺ കണ്ടാലോ? കിച്ചൺ കാണാം ബാ. ഇത് ലൈറ്റിംഗ് കൊള്ളാലോടി. കൊള്ളത്തില്ലേ? അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ വീടിന് ഫുള്ള് ലൈറ്റിംഗ് ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിയായിട്ട്. ഇത് ഈ കിച്ചൺ അടിപൊളിയാട്ടോ. എനിക്ക് ഇത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഓപ്പൺ കിച്ചൺ അല്ലേ? ഇതിനകത്തൊക്കെ പാത്രം വെച്ചേക്കാനല്ലേ ഈ വണ്ടിയൊക്കെ നമ്മുടെ ഷോറൂമിൽ വെച്ചേക്കുന്നത് ഫീലിംഗ് ആണല്ലോ. അപ്പോഴേ ഞാൻ കിച്ചൺ കാണിച്ചു തരാം. ഇറങ്ങട്ടെ, ഇറങ്ങാൻ പറ്റുമോ? കളിയാക്കട്ടെ. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. അടിപൊളി അടിപൊളി. ഇത് കണ്ടില്ലേ? ഇവിടെ ഇരുന്ന് അങ്ങോട്ട് നമുക്ക് സംസാരിക്കാം. ഇത് കൊള്ളാം കേട്ടോ. ഈ സെറ്റപ്പ് കൊള്ളാം. അവിടെ നിന്ന് കഴിക്കാം, സംസാരിക്കാം. ഞണയും കഥയും പറയാം. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ കിച്ചന്റെ കബോർഡിങ് ഉണ്ടോ? ഇതിന്റെ അകത്തും പാത്രം വെച്ചിട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. ഇല്ല, ഞങ്ങൾ ഫുൾ ലൈറ്റിംഗ് പറഞ്ഞില്ലേ. ഇത് കൊള്ളാം കേട്ടോ. കബോർഡൊക്കെ തുറന്ന് കാണണ്ടേ?
മേളത്തിയ തുറക്കാൻ പറ്റുന്നില്ലേ? ഇങ്ങോട്ടെ സോറി എനിക്ക് തുറക്കാൻ പറ്റത്തില്ല. കൊള്ളാം കേട്ടോ, മേളിലും കബോർഡ് ഉണ്ടല്ലേ? ഇത് ഫുൾ കബോർഡ് വെച്ചിരിക്കും. അപ്പൊ നമുക്ക് പാത്രം നമ്മുടെ മാക്സിമം നമ്മൾ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടല്ലേ? ഇതെല്ലാം പത്തനംതിട്ടക്കാർ ഇതല്ലേ? എല്ലാം പത്തനംതിട്ടക്കാർ തന്നെയാണ്. ഇത് ഞാൻ ഈ ഒരു കളർ വേണോന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു തന്നാണ്. ഈ ഒരു കളർ പാറ്റേൺ അല്ലേ? പാറ്റേൺ. ഇനി ഉണ്ടല്ലോ നമ്മുടെ അടുക്കളയുടെ വേറൊരു ഭാഗം കാണിക്കാം. രണ്ടാമത്തെ ഭാഗം ഇവിടാണ് മെയിൻ കുക്കിംഗ് ഒക്കെ മെയിൻ കുക്കിംഗ് ഒക്കെ നടക്കുന്നത്. ഇവിടുത്തെ കിച്ചൺ കബോർഡിനുണ്ടല്ലോ കളർ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ വേറെ കളർ ചേഞ്ച്. ഇതെന്തോ ടൈൽസിന്റെ ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ വരുന്നത്. ഇത് കണ്ടോ, ടൈല് പൊട്ടിയായിട്ട് തോന്നുന്നു. നല്ല രസമുണ്ട്. അതൊക്കെ രസമില്ലേ കാണാന്? ഇതാണ് നമുക്ക് രണ്ടാമത്തെ ഏരിയ അല്ലേ? ഇവിടുത്തെ കബോർഡും കാര്യങ്ങളൊക്കെ അവിടുത്തെ കളർ ചേഞ്ചിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടുത്തെ തൊട്ട് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം എല്ലാം പത്തനംതിട്ടക്കാരാണ് നല്ല വൃത്തിയാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. നീ കിച്ചൺ ഒക്കെ കണ്ടു കഴിഞ്ഞില്ലേ? ഇതുവഴി കയറി നമുക്ക് ആകാശത്തോട്ട് പോവാം. ആകാശത്തോട്ടല്ലേ? അവിടെ ബെഡ്റൂം ഒക്കെ ഉണ്ട്. ആകാശത്തോട്ട് പോയേക്കാം, കാണിച്ചു തരാം. സ്റ്റെയർ കേസ് കൊള്ളാം കേട്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്റ്റെയർ കേസ് മാത്രല്ല കേട്ടോ, ഇവിടുത്തെ ടൈല് കണ്ടോ? നമ്മുടെ ബോച്ചയുടെ ഗോൾഡൻ കളർ അല്ലേ? ഇവിടെ അതുപോലെ തന്നെയാണ് നമ്മളെ കണ്ടോ, ജനൽ എല്ലായിടത്തും സെയിം ആണ്. വലിയ ജനലല്ലേ? അതായത് ഇഷ്ടംപോലെ വെട്ടം കയറണം. അയ്യോ മണ്ടാശം കൊള്ളാലോ. കണ്ടോ ആകാശം കണ്ടോ? ആകാശത്തിന്റെ അടുത്ത് ഇനി മണ്ടയ്ക്കൊന്നും താപ്പോട്ടുള്ള വ്യൂ അടിപൊളിയാണേ. അടിപൊളി വ്യൂ കേട്ടോ, ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ അടുക്കളയൊക്കെ ഉണ്ട്, നല്ല വ്യൂ ഉണ്ട്. പിന്നെ എന്തോ രസമെന്നറിയാവോ, ഇത് കാണുന്നതെല്ലാം കണ്ടു നോക്കും കേട്ടോ. ബെഡ്റൂം കാണിച്ചു തരാം. കണ്ടാ നീ ഒന്ന് ഞെട്ടുവേ. ഞെട്ടാ എന്തോ ഇരിക്കുന്നത്? ഞെട്ടാ ഒത്തിരി സാധനമൊക്കെ ഉണ്ട്. ഇത് ഇവിടെ ആയിട്ടാണോ? ഇവിടാണ് എന്റെ ബെഡ്റൂം. ഇത് കൊള്ളാം കേട്ടോ, സൂപ്പർ അല്ലേ? അടിപൊളി. ഇവിടുന്നൊക്കെ നല്ല വെട്ടമുണ്ട് കേട്ടോ. ഞാൻ ഈ റൂമിനകത്ത് വെട്ടത്തിനൊരു കുറവും വരുത്തിയിട്ടില്ല. മണ്ടക്കത്തെ ഫാനിന്റെ അവിടെ ആകാശവും എല്ലായിടത്തും ഉണ്ട്, ആകാശവും ലൈറ്റും ഒക്കെ ഉണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഇതാണ് എന്റെ കബോർഡ്. ഇത് കൊള്ളാം കേട്ടോ, ഈ ഡിസൈൻ കൊള്ളാം കേട്ടോ. വുഡ് അതുപോലെ തന്നെ ടൈലിന്റെ ഡിസൈൻ. ഇത് കൊള്ളാം കേട്ടോ, നല്ല ഡിസൈനാ. തുറന്ന് കാണിക്കാവേ. അയ്യോ ഇതെന്റെ അനുഭവത്തെ സാധനങ്ങളാണ്, മാറ്റിക്കരുത്. കണ്ടാ? ഓ അങ്ങനെ, അത് കൊള്ളാം കേട്ടോ. ഇത് കൊള്ളാം കേട്ടോ, ഒത്തിരി വലുതുമല്ല, എന്നാ സ്പേസും ഉണ്ട്. ഒത്തിരി വിചലമിച്ച സാധനമല്ല, നല്ല സ്പേസും ഉണ്ടല്ലേ? കണ്ടോ? ഓ അടിപൊളി അടിപൊളി അടിപൊളി. പിന്നെ ഉണ്ടല്ലോ, ഇത് മാത്രമല്ല പിന്നെ വേറൊരു കബോർഡ് ഉണ്ട്. ഇനിയും കബോർഡോ? അതെന്തിനാ? കാണിക്കാവേ. ഇത് കൊള്ളാലോ. ഇതാണ് എന്റെ മേക്കപ്പ് സാധനം എല്ലാം വർക്ക്. എനിക്ക് മേക്കപ്പ് ചെയ്യാറുണ്ട്. ഇത് കൊള്ളാം കേട്ടോ, സെയിം ആ ഡിസൈൻ തന്നെയാണ് കൊണ്ടുവന്നേക്കുന്നത്. ഒന്നും വെച്ചിട്ടില്ല. ഇവിടെ കണ്ണാടി നമുക്ക് മേക്കപ്പ് ഒക്കെ വെച്ച് മേക്കപ്പ് ഇട്ടിട്ട് പോയല്ലേ, അതിനുള്ളൊരു കബോർഡ്. ഇവിടെ വേറെ ബാൽക്കണി ഉണ്ട്. ഓ ഇത് നിന്റെ ബാൽക്കണി അല്ലേ? ഇതാണ് എന്റെ ബാൽക്കണി. ഇത് വിജിലംബിച്ച ബാൽക്കണി ആണല്ലേ? ഇതൊരു പുറത്തിറങ്ങാല്ലേ? പുറത്തിറങ്ങാം. റോഡിൽ കൂടെ പോകുന്ന വണ്ടിയൊക്കെ കണ്ടോണ്ടിരിക്കല്ലേ? ഇവിടെ കണ്ടോ? ഓ കൊള്ളാം കേട്ടോ, സൂപ്പർ അല്ലേ? പിന്നെ അടിപൊളി. മഴയൊക്കെ പെയ്യുമ്പോഴേ ബെഡ്റൂം ഒക്കെ കണ്ടു കഴിഞ്ഞു. എന്നാ നിന്നെ വേറെ സുന കാണിച്ചു തരാം. നമ്മുടെ തൂണെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. തൂണിനകത്ത് ലൈറ്റ് വെച്ചേക്കും. ഞാൻ ഈ വീടിന്റെ മൊത്തം ലൈറ്റിംഗിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊള്ളാം കേട്ടോ, ഇതൊരു വെറൈറ്റി ആയിട്ട് കേട്ടോ. കണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് കൊള്ളാം കേട്ടോ. ഇത് നമ്മുടെ പത്തനംതിട്ടക്കാരാട്ടോ. അവിടെ എല്ലാം ഉണ്ട്. ഓ പിന്നെ രസമല്ലേ ഇതെല്ലാം. ഇനി എന്റെ ബെഡ്റൂം കണ്ടില്ലേ? ഇനി ഞാൻ മാസ്റ്റർ ബെഡ്റൂം കാണിച്ചു. മാസ്റ്റർ ബെഡ്റൂം ഉണ്ടല്ലേ? അത് കണ്ടാലും നീ ഞെട്ടും. എന്റെനെക്കാട്ടി ഭയങ്കര ഡിഫറൻസ്. ഭയങ്കര വലുപ്പമുള്ളതാണോ? ഓ ഇതെന്തോ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. അത് തന്നെ, ഇത് ഭയങ്കര വലുതാണല്ലോ. അതെ അതിനാണല്ലോ അവിടുത്തെ ഡിസൈൻ തന്നെയാ. പക്ഷെ ഇവിടുത്തെ കബോർഡ് കുറച്ചുകൂടെ വലുതല്ലേ? പിന്നെ ഇവിടെ സ്ഥലമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. സ്ഥലമുണ്ട്, ഇത് വീതിയുണ്ട് കേട്ടോ. ഇതിനകത്ത് കുറച്ച് അലുവലത്തെ ഓ തുണിയൊക്കെ ഉണ്ടല്ലേ? തുണിയൊക്കെ ഉണ്ട്. മറ്റേ അതൊന്ന് പറഞ്ഞേ, ഇവിടെ മറ്റേ മേക്കപ്പ് ഇടാനുള്ള കബോർഡ് ഉണ്ട്. അതുകൊണ്ട് വേണ്ടേ? ഇവിടെ ഉണ്ടല്ലേ? ഇപ്പൊ താഴെ പോയേനെ. അടിപൊളി. ഇത് കണ്ടോ? അവിടെ തന്നെ കണ്ടി. ഇവിടെ ലോങ് അല്ലേ? ഇവിടെ നീളത്തിൽ കിട്ടും. ഇതിപ്പോ സാരി ഒക്കെ എടുക്കുമ്പോ ഫുൾ ആയിട്ട് കിട്ടാം. അത് മാത്രമല്ല, ഇവിടെ മറ്റേ സ്റ്റഡി ടേബിൾ ഒക്കെ ഉണ്ടല്ലേ? സ്റ്റഡി ടേബിൾ ഉണ്ട്, ഇരുന്ന് എഴുതാനൊക്കെ പറ്റും. മണ്ടയ്ക്കും കബോർഡ് ഉണ്ടല്ലേ? കേട്ടോ. ഇവിടെ പിന്നെ ഞങ്ങൾ
ഇത് കൊള്ളാം കേട്ടോ, വെറൈറ്റി ആണല്ലോ. കറണ്ട് ഇച്ചിരി കൂടെ അത്രേ ഉള്ളൂ. പിന്നെ ഒരു സാധനമുണ്ട്, കാണിച്ചു തരാവേ. ഇത് മഴയൊക്കെ പെയ്യുമ്പോഴേ നമുക്ക് വേണ്ട ഇങ്ങോട്ട് കറക്കിയാ കണ്ടിട്ടേ ഇത് വരാത്തേ കണ്ടാ. ഓ അവിടെ ചായ കുടിച്ചോണ്ട് അവിടെ ഇരിക്കല്ലേ, ചായ കുടിക്കാം, മഴ കാണാം. ഇതും കൊള്ളാം കേട്ടോ, അടിപൊളി. ഇത് മാസ്റ്റർ ബെഡ്റൂം തന്നെ കേട്ടോ, എന്തോ വലുപ്പമാണ്, നല്ല വിജൃംഭിച്ച ബെഡ്റൂം. പിന്നെ അടിപൊളി. പിന്നെ നമ്മുടെ ബിസിനസിന് വേണ്ടിയേ നമ്മളൊരു ഓഫീസ് റൂം കൂടെ പണിഞ്ഞിട്ടുണ്ട്. എനിക്ക് വയ്യ. എന്ത് ഇതാണോ? ആഹാ, കറങ്ങുന്ന കസാറൊക്കെയാണ്. ഇത് കൊള്ളാം കേട്ടോ. ഞാനും കബോർഡ് ഉണ്ടല്ലേ, എല്ലാത്തിനും നമ്മൾ കബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കൊള്ളാം കേട്ടോ, ഈ ഡിസൈനും കൊള്ളാം. ഇത് സിമ്പിൾ ആണ് ഈ കബോർഡ്. ഇത് കൊള്ളാം കേട്ടോ, അത്യാവശ്യം നൈസാണ്. ഇത് നീ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഏൽപ്പിച്ചതാണോ? ഓഫീസ് റൂം ആകുമ്പോ അതിന് ഒത്തിരി സ്പേസ് വേണ്ട, എന്നാലും വേണ്ട, എന്നാ നമ്മൾ അത്യാവശ്യം ഫയലും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാനും പറ്റും അല്ലേ. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ